ഹലോ നമസ്കാരം. നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പല സ്ഥലത്തും പല ചർച്ചകളും നടക്കുന്നുണ്ട്. ബഡ്ജറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള, അതായത് അടുത്ത സാമ്പത്തിക വർഷം 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെ എങ്ങനെയാണ് ഇന്ത്യ ₹1 സമ്പാദിക്കാനും ₹1 ചെലവഴിക്കാനും പോകുന്നത് എന്നുള്ളതിൻ്റെ കണക്കാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഒരു പ്ലാനാണ്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ റവന്യൂ, നമ്മുടെ ഇൻകത്തിൻ്റെയും നമ്മുടെ എക്സ്പെൻസിൻ്റെയും ഒരു പ്ലാനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കേണ്ടതുള്ളത് ₹1 ഇന്ത്യയിലേക്ക് എങ്ങനെ വരുന്നു എന്നും ₹1 ഇന്ത്യയിൽ എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളതുമാണ് നമ്മളെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ടത്. അപ്പം ഈ ബഡ്ജറ്റ് മുഴുവൻ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് ₹1 വരുമാനം വരുമ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ₹1 24 പൈസ വരുന്നത് കടങ്ങൾ വഴിയാണ്, ബോറോയിങ്സും അതുപോലെ തന്നെ മറ്റ് ലാബിലിറ്റീസ് വഴിയാണ് ഇന്ത്യയിലേക്ക് ₹24 പൈസ വരുന്നത്. അതുപോലെ അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് 22 പൈസ ഇൻകം ടാക്സ് ആണ്. ₹1 ഇന്ത്യക്ക് കിട്ടുന്ന സമയത്ത് 22 പൈസയും വരുന്നത് ഇൻകം ടാക്സിൻ്റെ രൂപത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരു 17 പൈസ വരുന്നത് കോർപ്പറേറ്റ് ടാക്സ്. അതാണ് കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യ 17 പൈസയോളം വരുന്നത് റവന്യൂ കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ്. അതുപോലെ തന്നെ GST വരുമാനമായിട്ട് 18 പൈസ വരുന്നു. അതിന് പുറമെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് 5% വരുന്നുണ്ട്. അതിന് പുറമെ ചില ചെറിയ റെസിപ്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് നോൺ ടാക്സ് റെസിപ്റ്റ്, ടാക്സ് അല്ലാത്ത വരുമാനം 9 പൈസയാണ്. അതുപോലെ തന്നെ നോൺ ടാക്സ് ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറയുന്നത് 1% മാത്രമാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത് 4 പൈസ. അതായത് 24 പൈസ ബോറോയിങ്സും 22 പൈസ ഇൻകം ടാക്സും 17 പൈസ കോർപ്പറേറ്റ് ടാക്സും 18 പൈസ GSTയും 5 പൈസ എക്സൈസ് ഡ്യൂട്ടിയും 9 പൈസ നോൺ ടാക്സ് റെസീപ്റ്റ്സും 4 പൈസ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇനി എങ്ങനെ ചിലവാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കുന്നത് 22 പൈസ നമ്മുടെ സ്റ്റേറ്റുകൾക്ക്, അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഷെയറുകൾ തന്നെയാണ് GST വഴി കൊടുക്കുന്നത്. പിന്നീട് 20% പൈസ, അതായത് ₹1 20 പൈസയും നമ്മൾ ചിലവാക്കുന്നത് നമ്മുടെ കടങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ 1/5 നമ്മൾ ചിലവാക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 16 പൈസ നമ്മൾ ചിലവാക്കുന്നത് സെൻട്രൽ സ്കീംസ്, ഗവൺമെൻറ്റുകൾ നടത്താക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് 16 പൈസ ചിലവാക്കുന്നത്. 8 പൈസ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ₹1 8 പൈസ നമ്മൾ നീക്കിവെക്കുന്നത് ഡിഫൻസിനാണ്. പിന്നെ സബ്സിഡികളും മറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 6 പൈസ നീക്കിവെക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ്റെ ചിലവുകൾക്കും മറ്റുമായിട്ട്, അതായത് ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 8% നീക്കിവെക്കുന്നു, 8 പൈസ നീക്കിവെക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്കായിട്ട് 8 പൈസ നീക്കിവെക്കുന്നു. മറ്റുള്ള എക്സ്പെൻഡിച്ചറും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് 12 പൈസയാണ് നീക്കിവെക്കുന്നത്. അതായത് നമ്മൾ ₹1 ചിലവാക്കുമ്പോൾ 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനും 22% സ്റ്റേറ്റുകൾക്ക് കൊടുക്കാനും അവരുടെ ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്കും ടാക്സിൻ്റെ ഷെയർ ആയിട്ടാണ് പോകുന്നത്. ഇതാണ് ₹1 വരവും ചിലവുമായിട്ടുള്ള